Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡ്യൂൾ 6 ആണ്. മോഡ്യൂൾ 6ൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. അപ്പം അതിനകത്ത് വരുന്നത് മാനേജിംഗ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, associative character of a cooperative and managing a cooperative association. Then issues in organizing a cooperative, അതിൽ size of the organization, a small area versus large area, then single purpose versus multi-purpose cooperative, then multi-purpose versus multifunctional cooperatives, unitary versus federal cooperatives, designer versus greenhouse cooperatives, issues in financing a cooperative, അവിടെ evaluating a cooperative organization, member dimension, enterprise dimension and ethical dimension. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വേഗം നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം നിങ്ങളുടെ കമൻസ്. അതുപോലെ ഫീഡ്ബാക്ക് സജഷൻസ് എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ വരുന്നതാണ്. സോ നമ്മൾ സാധാരണ പഠിക്കുന്ന കോർപ്പറേഷൻ, ബാങ്ക് പോലെയല്ല. അപ്പം ഇത് 6 മാർക്കിനാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഓക്കെ, അപ്പം നമുക്ക് കുറേ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് അറിയാം, ഒരു കണക്കിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ എന്നാലും കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് സ്റ്റൈൽ എംഫസൈസ് കോപ്പറേഷൻ ഓവർ കോമ്പറ്റീഷൻ? ഓക്കെ, അപ്പം ഏത് സ്റ്റൈലാണ്, അതായത് ഒരു മാനേജ്മെന്റ് സ്റ്റൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഏത് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് സ്റ്റൈലാണ് കോപ്പറേഷനെ എടുത്ത് കാണിക്കുന്നത് കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ? ഓക്കെ, ഓപ്ഷൻസ് കോമ്പീറ്റിംഗ്, അവോയ്ഡിങ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്. ഓക്കെ, ആൻസർ കൊളാബറേറ്റിംഗ് ആണ് കേട്ടോ. ആൻസർ ഇസ് കൊളാബറേറ്റിംഗ്. കാരണം കൊളാബറേഷൻ എന്ന് പറയുമ്പം രണ്ട് പാർട്ടീസോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പാർട്ടീസോ തമ്മിൽ ഒരു എഗ്രിമെന്റ് അല്ല, തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസിനും ഒരുമിച്ച് വർക്ക് ചെയ്ത് രണ്ടുപേരും ഒരു വിൻ വിൻ സൊല്യൂഷൻ, രണ്ടുപേർക്കും ഒരുമിച്ച് ജയിക്കണം, രണ്ടുപേർക്കും കിട്ടണം എന്നുള്ളൊരു ആ ഒരു തോട് കൂടിയിട്ടുള്ളൊരു വർക്കിംഗ് സ്റ്റൈലാണ് കൊളാബറേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്, അവിടെ ഒരു കോപ്പറേഷൻ ആണ് അതിൽ പോകുന്നത്, റാദർ ദാൻ കോമ്പീറ്റിംഗ് അല്ലെ. അപ്പോൾ തമ്മിൽ ഇപ്പം എനിക്ക് മാത്രം അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്നുള്ളതിലുപരി രണ്ടുപേർക്കും ഒരുപോലെ കിട്ടണം എന്നുള്ളത് ഒരു കൊളാബറേറ്റിംഗ് എൻവയൺമെന്റിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത്, which of the following is a benefit of cooperation in a social process? ഒരു സോഷ്യൽ പ്രോസസ്സിൽ കോപ്പറേഷന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാവുന്നത് എന്താണ്? Options: A. Decreased productivity, B. Enhanced group cohesion and trust, C. Increased individual competitiveness, D. Increased likelihood of conflict. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പറയേണ്ട, ഒരു ഗ്രൂപ്പ് കൊഹഷൻ ആൻഡ് ട്രസ്റ്റ്, തമ്മിൽ ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതും വരുന്നത് എന്തല്ല, കോപ്പറേഷനിലാണ് അല്ലേ. അപ്പം കോപ്പറേഷൻ എപ്പോഴും ടീം വർക്ക് ആണ് ഫോസ്റ്റർ ചെയ്യുന്നത്. ടീം വർക്ക്, ട്രസ്റ്റ്, അതുപോലെ തന്നെ ഒരു സോളിഡാരിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ പെർഫോമൻസും ഒപ്പം തന്നെ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പം പ്രൊഡക്ടിവിറ്റിയും കൂടുന്നുണ്ട്. ഓക്കെ, അടുത്തത്, which of the following is a key element in managing conflict within a cooperative environment? ഒരു കോപ്പറേറ്റീവ് എൻവയൺമെന്റിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അവിടെ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാനേജ്മെന്റിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോമ്പറ്റീഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? കോമ്പറ്റീഷന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ, competition always leads to negative outcome. Competition can foster innovation and improvement. Competition eliminates the need for cooperation. Conflict and competition are same. ഓക്കെ, അപ്പം കോമ്പറ്റീഷന്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ എപ്പോഴും നമുക്ക് എന്തായാലും പോസിറ്റീവ് ഔട്ട്കം തന്നെ ആയിരിക്കും. പക്ഷേ ചില കേസിൽ എക്സസീവ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്കത് ചിലപ്പം ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ വളരെ ഹാംഫുൾ ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു, ഒരു ക്ലാസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, അവിടെ നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവ് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. പകരം ആ ഇപ്പോൾ ഒരു സ്റ്റുഡൻസിന്റെ അവരുടെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെന്റ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണത് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക്
പറയാൻ ആൻസർ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ക്യാൻ ഫോസ്റ്റർ ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷന്റെ കോണ്ടെക്സ്റ്റിലായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following approaches is best suited to resolve conflicts in a cooperative setting? ഒരു കോപ്പറേറ്റീവ് സെറ്റിംഗിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ട് ആവുന്ന അപ്രോച്ച് ഏതാണ്? ഓക്കെ, ഒന്ന് ഡോമിനേഷൻ, ബി നെഗോഷിയേഷൻ, സി അവോയ്ഡൻസ്, ഡി കോംപ്രമൈസ്. ഓക്കെ, ആൻസർ ഇസ് നെഗോഷിയേഷൻ. ഓക്കെ, അപ്പം നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സെറ്റിംഗിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകണം അല്ലേ. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ രണ്ടുപേര് തമ്മിൽ അടിയായി പിന്നെ അവർ മിണ്ടാതെ അല്ലെങ്കിൽ അവർ ആ ഒരു രണ്ടുപേരും രണ്ട് രീതിക്ക് പോവുക എന്നതിലുപരി തമ്മിൽ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്പൺ ഡിസ്കഷനും അതുപോലെ രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മ്യൂച്വൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കോപ്പറേറ്റീവ് എൻവയൺമെന്റിൽ എപ്പോഴും നെഗോഷിയേഷൻ ആയിരിക്കും ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഇസ് കോമ്പറ്റീഷൻ കൺസിഡേർഡ് ഹാംഫുൾ ഇൻ എ കോപ്പറേറ്റീവ് എൻവയൺമെന്റ്? ഒരു കോപ്പറേറ്റീവ് എൻവയൺമെന്റിൽ കോമ്പറ്റീഷൻ ഹാംഫുൾ ആയി മാറുന്നത് എപ്പോഴാണ്? ഓക്കെ, വെൻ ഇറ്റ് ലീഡ്സ് ടു പേഴ്സണൽ ഗ്രോത്ത്, when it improves collective decision making, when it undermines group goals and trust, when it motivates members to perform better. ഓക്കെ, അപ്പം നമുക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എപ്പോഴാണ് ഒരു കോമ്പറ്റീഷൻ ഹാംഫുൾ ആയിട്ട് മാറുന്നത് എന്നുള്ളത്. when it undermines group goals and trust. ഓക്കെ, അവിടെ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അതിന് കോമ്പറ്റീഷൻ്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ അത് ഒരുപാട് എക്സസീവ് ആകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കോമ്പറ്റീഷൻ ഹാംഫുൾ ആയിട്ട് മാറാനുള്ള ചാൻസസ് ആണുള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോപ്പറേഷൻ ട്രസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് എന്താ പറയുക ആക്ടിവിറ്റീസ് അതെല്ലാം തന്നെ എന്താ പറയുക അണ്ടർമൈൻ ചെയ്തു പോകുന്നു. അപ്പോൾ അത് കോമ്പറ്റീഷൻ ഹാംഫുൾ ആവുന്നത് എപ്പോഴാണ്? ഗ്രൂപ്പ് ഗോൾസും ട്രസ്റ്റും അണ്ടർമൈൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ അവിടെ എന്താ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അവിടെ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇങ്ങനെ ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ അവിടെ ഒരു അച്ചീവ്മെന്റ് എന്നതിലുപരി ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ വെൻ ഇറ്റ് അണ്ടർമൈൻസ് ഗ്രൂപ്പ് ഗോൾസ് ആൻഡ് ട്രസ്റ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു മാനേജ് കോൺഫ്ലിക്റ്റ് ഇൻ എ കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ്? ഒരു കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റിൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? ഇഗ്നോറിംഗ് ദ കോൺഫ്ലിക്റ്റ്, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്, എൻഫോഴ്സിംഗ് സ്ട്രിക്റ്റ് റൂൾസ്, അലൗവിംഗ് കോമ്പറ്റീഷൻ ടു ഇന്റൻസിഫൈ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാബറേറ്റിംഗ് അല്ലെങ്കിൽ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പാർട്ടീസും രണ്ട് പേർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടണം, മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു വർക്ക് എൻവയൺമെന്റ് ആണ് കൊളാബറേറ്റീവ്. അപ്പോൾ പ്രോബ്ലം സോൾവ് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അവിടെ ഒരു കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം രണ്ട് പാർട്ടീസിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ആ ഒരു കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് അവിടെ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ അവിടെ രണ്ടുപേർക്കും കേടില്ലാത്ത രീതിയിൽ അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഇഫക്റ്റീവ് വേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോപ്പറേഷൻ? കോപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ഷെയർഡ് ഗോൾസ്, മ്യൂച്വൽ ബെനിഫിറ്റ്, ഇൻഡിവിജ്വൽ ഐസൊലേഷൻ, ടീം വർക്ക്. ഓക്കെ, ഇൻഡിവിജ്വൽ ഐസൊലേഷൻ തന്നെയാണ് എന്താ കോപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്. കോപ്പറേഷൻ എന്ന് പറയുമ്പം അവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഗോൾസ് അവർ ഷെയർ ചെയ്യും, അവിടെ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട്, ആ ഒരു ടീം വർക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്കുള്ള ആ ഒരു മനോഭാവം ഒറ്റയ്ക്കുള്ള ആ ഒരു സ്വഭാവം അവിടെ വർക്ക് ആവില്ല. ഓക്കെ, സോ അവിടെ ഇൻഡിവിജ്വൽ ഐസൊലേഷൻ ആണ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുക, അതാണ്. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽ ഐസൊലേഷൻ യാതൊരു സ്പേസും ഇല്ല. ടീം വർക്കും മ്യൂച്വൽ ബെനിഫിറ്റും ഈ കോപ്പറേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഓക്കെ, അടുത്ത question. A conflict resolution strategy that involves both parties giving up something to reach a mutual agreement is known as.
ഓക്കെ, അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ്, രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെക്കുകയാണ്. എനിക്കത് യൂസ്ഫുൾ ആണ്, നിനക്കത് യൂസ്ഫുൾ അല്ല, സോ അത് ഞാൻ എടുക്കുന്നു. അല്ലെങ്കിൽ അപ്പോൾ മറ്റേ ആൾ പറയുന്നു നീ അത് എടുത്തോളൂ, എനിക്കത് വേണ്ട, അപ്പോൾ ഒരാളത് ഗിവ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് പാർട്ടീസും തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടാക്കി അങ്ങനെ ആ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ആവുന്നു. ഈ ഒരു സ്ട്രാറ്റജീനെ പറയുന്ന പേരെന്താണ്? അത് കോംപ്രമൈസ് അല്ലേ? കോംപ്രമൈസ് ആണ്, ഒരാൾ കോംപ്രമൈസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കോംപ്രമൈസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉറപ്പായിട്ടും ഒഴിവാക്കാം നമുക്ക്, അല്ലേ? അപ്പൊ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഒരു കീ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്? അപ്പോൾ ഒരു കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെയിൻ ഡിഫറൻസ് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. കോൺഫ്ലിക്റ്റ് ഇസ് എ ഫോം ഓഫ് കോമ്പറ്റീഷൻ. Competition involves striving for a goal, whereas conflict involves opposing goals. അടുത്തത്, conflict is always negative, while competition is always positive. Conflict is more productive than competition. Okay, അപ്പോൾ എന്താ നമുക്കിതൊന്ന് മനസ്സിലാവും. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യാണ്. എന്നാലോ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവിടെ തർക്കം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ, ഒരു ഗോളിന്റെ ഓപ്പോസിറ്റ്സ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ആൻസർ, കോമ്പറ്റീഷൻ ഇൻവോൾവ്സ് സ്ട്രൈവിംഗ് ഫോർ എ ഗോൾ, whereas conflict involves opposing goals. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ കീ കോമ്പണന്റ് ഓഫ് ദ സോഷ്യൽ പ്രോസസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്? കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ സോഷ്യൽ പ്രോസസ്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണന്റ് ഏതാണ്? ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഹൈറാർക്കിക്കൽ ഡിസിഷൻ മേക്കിംഗ്, മ്യൂച്വൽ സപ്പോർട്ട് എമംഗ് മെമ്പേഴ്സ്, ഇൻഡിവിജ്വൽ ഗോൾ അച്ചീവ്മെന്റ്. അപ്പം കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ഹെൽപ്പ് ആണ് മെമ്പേഴ്സിന്റെ ഇടയിലുള്ളത്. സോ ആൻസർ ഇസ് മ്യൂച്വൽ സപ്പോർട്ട് എമംഗ് മെമ്പേഴ്സ്. ഓക്കെ, അടുത്തത്, which of the following statements are true regarding the management of a cooperative association? ഒരു കോപ്പറേറ്റീവ് അസോസിയേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1, cooperative management is often characterized by democratic decision making where members collectively decide on major issues. ഓക്കെ, അപ്പം എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അവിടെ ഒരു ഡെമോക്രാറ്റിക് ഡെസിഷൻ മേക്കിംഗ് ആണ്, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ കോപ്പറേറ്റീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് യൂഷ്വലി ഇലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ടു റെപ്രസെന്റ് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി. കോപ്പറേറ്റീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് അവരുടെ മെമ്പേഴ്സ് ആണ്. അതായത് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനും വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് മെമ്പേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ എ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഹാസ് കംപ്ലീറ്റ് ഓട്ടോണമി ആൻഡ് ഡസ് നോട്ട് നീഡ് ടു കൺസൾട്ട് മെമ്പേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പം എല്ലാ ആധിപത്യവും മാനേജ്മെന്റിനാണ് ഉള്ളത്. ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ മെമ്പേഴ്സിന് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. നമുക്കറിയാം കോപ്പറേറ്റീവ് അസോസിയേഷനിൽ അവരുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആണ്. മെമ്പേഴ്സിന് എല്ലാ റൈറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതും മെമ്പേഴ്സ് തന്നെയാണ്. Okay, so 1 and 2 ആണ് correct. Statement 1 and 2 are true. Statement 3 തെറ്റാണ്. Okay. അടുത്ത question, which of the following statement are true about the principles of cooperatives? Cooperative principlesനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് അടുത്ത question. Statement 1, one of the core principle of cooperative is member economic participation, where profits are distributed based on members' usage of the cooperative. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അത് നമുക്കറിയാം. ഓക്കെ, അവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ കോപ്പറേറ്റീവിലെ മെമ്പറിന്റെ ആ ഒരു റോൾ, അല്ലെങ്കിൽ അവരെത്രയാണ് അവരുടെ പാർട്ടിസിപ്പേഷൻ, അതിനനുസരിച്ചിട്ടാണ് അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ എ കോപ്പറേറ്റീവ് ഡെസിഷൻ മേക്കിംഗ് പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈച്ച് മെമ്പർ ഹാസ് ഇൻവെസ്റ്റഡ്. ഒരു മെമ്പർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന്റെ എമൗണ്ടിന് അനുസരിച്ചിട്ടാണ് ഡെസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, statement 3, cooperatives are driven by values of self-help, self-responsibility, democracy,
ഇക്വാലിറ്റി ആൻഡ് സോളിഡാരിറ്റി. അപ്പോൾ കോപ്പറേറ്റീവ്സ് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്താണ്, അവരുടെ കുറേ വാല്യൂസിന്റെ പുറത്താണ്. എന്തൊക്കെ വാല്യൂസ് ആണ്? സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, അതുപോലെ ഇക്വാലിറ്റി, സോളിഡാരിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഓക്കെ, അടുത്ത question, which of the following statements are true about the associative nature of cooperatives? കോപ്പറേറ്റീവ്സിന്റെ അസോസിയേറ്റീവ് നേച്ചറിനെ പറ്റി പറയുവാണെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1, കോപ്പറേറ്റീവ്സ് ആർ വോളണ്ടറി അസോസിയേഷൻ വെയർ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതൊക്കെ നമുക്കറിയാം, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടല്ല അവരുടെ വോട്ടിംഗ് റൈറ്റ്. ഈച്ച് മെമ്പറിന് ഓരോ വോട്ട് ഉണ്ട്. ഓക്കെ, 1 man 1 vote. അപ്പോൾ അവിടെ വോളണ്ടറി അസോസിയേഷൻ ആണ്, അത് നമുക്കറിയാം. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോപ്പറേറ്റീവ്സ് പ്രയോറിറ്റൈസ് ഇൻഡിവിജ്വൽ പ്രോഫിറ്റ്സ് ഓവർ കളക്റ്റീവ് ബെനിഫിറ്റ്സ്. അപ്പോൾ കോപ്പറേറ്റീവ്സ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ പ്രോഫിറ്റിനാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പ്രൈമറി പർപ്പസ് ഓഫ് എ കോപ്പറേറ്റീവ് ഈസ് ടു മീറ്റ് ദ കോമൺ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ നീഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ അവരുടെ മെമ്പേഴ്സിന്റെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കോപ്പറേറ്റീവ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈമറി പർപ്പസ് ആണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ 1 and 3 ആർ കറക്റ്റ് അല്ലേ? Okay, അടുത്ത question, which of the following statements are true regarding the financial management of a cooperative? Okay, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1, കോപ്പറേറ്റീവ്സ് ഡിസ്ട്രിബ്യൂട്ട് their surplus profits to members in proportion to their transactions with the cooperative rather than based on the capital invested. Okay, അപ്പം കോപ്പറേറ്റീവ്സ് അവർക്ക് ഉണ്ടാവുന്ന സർപ്ലസ് അല്ലെങ്കിൽ സർപ്ലസ് പ്രോഫിറ്റ്സ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ അവരുടെ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, Statement 2, a cooperative cannot generate any profit and must operate only at cost. അപ്പം കോപ്പറേറ്റീവ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് കോസ്റ്റിൽ മാത്രമാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Statement 3, a portion of the surplus in a cooperative is typically reinvested into cooperative to promote growth or community development. Okay, അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനും മറ്റ് ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന സർപ്ലസ് അവർ വേറൊരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ആ കോപ്പറേറ്റീവിലെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ? മൂന്നാമത്തത് കറക്റ്റ് ആണ്. അതുപോലെ കോപ്പറേറ്റീവ്സ് അവരുടെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ ബേസിസിലല്ല, എന്താ പറയുക, കോപ്പറേറ്റീവിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെ ബേസിസിൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം കറക്റ്റ് ആണ്. 1 and 3 ആർ ട്രൂ. Okay, അടുത്ത question, which of the following statements are true about conflict resolution in a cooperative environment? അപ്പോൾ conflict resolution നമ്മൾ മുമ്പ് കുറച്ച് questions നോക്കിയാണ്, അതുപോലെ തന്നെ ഉള്ള അതിനെ statements ആക്കിയിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. Statement 1, open communication is essential for resolving conflicts. True ആണ് അല്ലേ? 1 കറക്റ്റ് ആണ്. Second, conflict is always harmful and should be avoided in all cases. കോൺഫ്ലിക്റ്റ് എപ്പോഴും ഹാംഫുൾ ആണ്, അത് എല്ലാ കേസസിലും അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാ കേസസിലും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യം, അവോയ്ഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അതുപോലെ എപ്പോഴും ഹാംഫുൾ ആവണം എന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഹാംഫുൾ എന്ന് പറയുന്നത് തെറ്റാണ്, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തത്, നെഗോഷിയേഷൻ ഈസ് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് വിത്തൗട്ട് ഡാമേജിങ് റിലേഷൻഷിപ്പ്. നെഗോഷിയേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അപ്പോൾ അതൊരു ഇഫക്റ്റീവ് വേ ആണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സും മുൻപ് നേരത്തെ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോ, ഇങ്ങനെ ഇപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ ഇതൊരു ഇഫക്റ്റീവ് വേ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഓപ്പൺ കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷനും ഇഫക്റ്റീവ് സ്ട്രാറ്റജി ആണ്. ഓക്കെ, അപ്പോൾ 1 and 3 ആർ കറക്റ്റ്. സെക്കൻഡ് ഫോൾസ് ആണ്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവാം, അപ്പോൾ എപ്പോഴും ഹാംഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 2 നമ്മൾ ഫോൾസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are true about cooperation and competition? കോപ്പറേഷനെ പറ്റിയും കോമ്പറ്റീഷനെ പറ്റിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Statement 1, cooperation always leads to better results than competition. കോമ്പറ്റീഷനേക്കാളും എപ്പോഴും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് കോപ്പറേഷൻ ആണ് എന്നാണ്. ഓക്കെ,
Second statement, healthy competition can foster innovation and motivation among team members. Team members-ന്റെ ഇടയിൽ ഇന്നോവേഷനും മോട്ടിവേഷനും ഉണ്ടാവാനായിട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോപ്പറേഷൻ ഇസ് മോർ എഫക്റ്റീവ് when group members have shared goals. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഷെയർഡ് ഗോൾ ഉണ്ടെങ്കിൽ കോപ്പറേഷൻ എപ്പോഴും ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അപ്പം ഒന്നാമത്തേത് എന്താണ്? കോപ്പറേഷൻ ആണ് എപ്പോഴും കോമ്പറ്റീഷനേക്കാളും ബെറ്റർ റിസൾട്ട്സ് തരുന്നത് എന്നാണ്. ഓക്കെ, അപ്പം ഓൾവേസ് എന്ന് പറയുമ്പം അത് ഒരുപക്ഷെ ശരിയാവണമെന്നില്ല. ചില സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും ഇന്നോവേഷൻ ആൻഡ് മോട്ടിവേഷൻ ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് കോപ്പറേഷനേക്കാളും ചിലപ്പോൾ കോമ്പറ്റീഷന് ബെറ്റർ റിസൾട്ട്സ് കിട്ടിയെന്ന് വരാം. ഓക്കെ, സോ എല്ലാ സമയത്തും കോപ്പറേഷൻ ആണ് ബെറ്റർ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നാലാള് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ഈ കോപ്പറേഷൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അവിടെ കോപ്പറേഷൻ എല്ലാ സമയത്തും ബെറ്റർ റിസൾട്ട് അല്ല കോമ്പറ്റീഷനേക്കാൾ. അപ്പൊ അത് തെറ്റാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇന്നോവേഷൻ മോട്ടിവേഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഷെയർഡ് ഗോൾ ഉണ്ടെങ്കിൽ അവിടെ കോപ്പറേഷൻ മോർ ഇഫക്റ്റീവ് ആണ് അല്ലെ? അപ്പം ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 4 പേരും പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം അവർ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് 2 and 3 are correct. Okay. അടുത്ത question, which of the following statements are true about conflict management styles? Conflict management styles നെ പറ്റി പറയുവാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അവോയ്ഡിംഗ് സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഇസ് യൂസ്ഫുൾ വെൻ ദ ഇഷ്യൂ ഈസ് ട്രിവിയൽ. ഇഷ്യൂ അത്ര സീരിയസ് അല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ അവോയ്ഡിംഗ് സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആണ് യൂസ്ഫുൾ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കോമ്പീറ്റിംഗ് സ്റ്റൈൽ ഇസ് ഫോക്കസ്ഡ് ഓൺ വിന്നിംഗ് ദ കോൺഫ്ലിക്ട് അറ്റ് എനി കോസ്റ്റ്. എത്ര വില കൊടുത്തും ആ ഒരു കോൺഫ്ലിക്റ്റിൽ വിൻ ചെയ്യുക എന്നുള്ളതാണ് കോമ്പീറ്റിംഗ് സ്റ്റൈലിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 3, ദ അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ എയിംസ് ടു സാറ്റിസ്ഫൈ എവ്രിവൺസ് നീഡ്സ് ഈക്വലി. അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം എല്ലാവരുടെയും നീഡ്സ് ഈക്വൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. അതിലാണ് എയിം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം അവോയ്ഡിംഗ് സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യമാണ്. ഓക്കെ, അത്ര വലിയ സീരിയസ് ഇഷ്യൂ അല്ല എങ്കിൽ നമുക്കത് ജസ്റ്റ് ലീവ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് പോട്ടെ സാരില്ല, അല്ലെങ്കിൽ അത് വിട്ട് കളയാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു അവോയ്ഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവിടെ നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം വെറുതെ വഴക്ക് അല്ലെങ്കിൽ സംസാരിച്ച കാര്യങ്ങൾ വഷളാക്കുന്നതിൽ നല്ലത് ചെറിയ ചെറിയ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ലീവ് ചെയ്ത് കളയാം. ഓക്കെ, രണ്ടാമത്തത് കോമ്പീറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്ത് വില കൊടുത്തും ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ജയിക്കണം, അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്റ്റൈലാണ് കോമ്പീറ്റിംഗ് സ്റ്റൈൽ. അപ്പൊ അതും കറക്റ്റ് ആണ്. അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരുടെയും നീഡ്സ് ഈക്വൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് അക്കോമഡേറ്റിംഗ് സ്റ്റൈലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേഴ്സ് നീഡ്സ്, അപ്പം അവിടെ ഫോക്കസ് ചെയ്യുന്നത് സാറ്റിസ്ഫൈങ് അതേഴ്സ് നീഡ്സ് ആണ്. പക്ഷെ എല്ലാം ഈക്വൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് എയിം ഇല്ല. ഓക്കെ, സോ അത് തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആണ് ട്രൂ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 and 2 are true. അടുത്ത question, which of the following statements are true regarding teamwork and social processes? ഓക്കെ, ടീം വർക്കും അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സസ് അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1, ടീംസ് വിത്ത് ക്ലിയർ ഷെയർഡ് ഗോൾസ് ടെൻഡ് ടു ബി മോർ കോപ്പറേറ്റീവ്. ഓക്കെ, അതായത് ക്ലിയർ ആൻഡ് ഷെയർഡ് ഗോൾസ് തമ്മിൽ ഒരു ഷെയർഡ് ഗോളും അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഒരു ടീം എന്ന് പറയുന്നത് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, conflict always result in negative outcome in team settings. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, effective leadership can reduce the occurrence of conflict within teams. അപ്പം ടീമിന്റെ ഉള്ളില് ഒരു ഇഫക്റ്റീവ് ലീഡർഷിപ്പ് കൊണ്ട് കോൺഫ്ലിക്റ്റിന്റെ ഒക്കറൻസ് ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടീംസ് വിത്ത് ക്ലിയർ ഷെയർഡ് ഗോൾസ് ടെൻഡ് ടു ബി മോർ കോപ്പറേറ്റീവ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കുറെ കൂടി ഇഫക്റ്റീവ് ആവുന്നത് ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഷെയർഡ് ഗോൾ ഉണ്ടാവുമ്പോഴാണ്. അത് ക്ലിയർ ആൻഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഷെയർഡ് ഗോൾ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കോപ്പറേറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോൺഫ്ലിക്ട് ഓൾവേസ് റിസൾട്ട് ഇൻ നെഗറ്റീവ് ഔട്ട്കംസ്. കോൺഫ്ലിക്ട്സ് ചില സമയത്ത് നെഗറ്റീവ് ഔട്ട്കംസ് ചില സമയത്ത്, അതായത്
കൂടുതൽ നെഗറ്റീവ് ഔട്ട്കംസ് ആയിരിക്കും, പക്ഷെ എന്നാലും എല്ലാ സമയത്തും നെഗറ്റീവ് ഔട്ട്കംസ് അല്ല ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ചില വഴക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പുറത്തുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറുമ്പോൾ അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പം പോസിറ്റീവ് ആയിട്ട് മാറാം. ഓക്കെ, സോ അപ്പം ഓൾവേസ് അത് നെഗറ്റീവ് ഔട്ട്കം അല്ല, സോ അത് തെറ്റാണ്. മൂന്നാമത്തത് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ക്യാൻ റെഡ്യൂസ് ഒക്കറൻസ് ഓഫ് കോൺഫ്ലിക്ട് വിത്തിൻ ടീംസ്. അല്ലെ, ടീമിന്റെ ഇടയിൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ടീമിൽ കോൺഫ്ലിക്ട് വരാതെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 3 is correct. Okay, 1 and 3 are true. Next question, which of the following statements are true about cooperation in organizational settings? Organizational settings ൽ cooperation പറ്റിയിട്ട് true ആയിട്ടുള്ള statements എന്തൊക്കെയാണ്? Okay, ഒന്നാമത്തെ statement, cooperation is effective only when all group members have the same skill level. എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഒരേ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കോപ്പറേഷൻ ഇഫക്റ്റീവ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ കോപ്പറേറ്റീവ് എൻവയൺമെന്റ് കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അച്ചീവിംഗ് ഗോൾസ്. കോപ്പറേറ്റീവ് എൻവയൺമെന്റിൽ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അവിടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രസ്റ്റ് ഈസ് എ ഫൗണ്ടേഷണൽ എലമെന്റ് ഓഫ് സക്സസ്ഫുൾ കോപ്പറേഷൻ. അപ്പം ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് എൻവയൺമെന്റിൽ സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് അതൊരു ബേസിക് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷണൽ എലമെന്റ് അടിത്തറയാണെന്നാണ് പറയുന്നത് വിശ്വാസം, അല്ലെ? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പം എല്ലാ മെമ്പേഴ്സിനും ഒരേ സ്കിൽ ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സോ ഒന്നാമത്തത് തെറ്റാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും കറക്റ്റ് ആണ്. ഓക്കെ, ട്രസ്റ്റ് വളരെ അത്യാവശ്യമാണ്. 4 പേരുണ്ടെങ്കിൽ 4 പേരും തമ്മിൽ വിശ്വാസം ഇല്ലാതെ എങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെ? സോ അവിടെ 2 and 3 are correct. അടുത്ത സ്റ്റേറ്റ്മെന്റ്, which of the following statements are true about the role of members in a cooperative association? അപ്പോൾ ഒരു കോപ്പറേറ്റീവ് അസോസിയേഷന്റെ മെമ്പേഴ്സിന്റെ റോള് എങ്ങനെയാണ്, അതിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാണ് സ്റ്റേറ്റ്മെന്റ്സ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് ഹാവ് ദ റൈറ്റ് ടു ഇലക്ട് ദ മാനേജ്മെന്റ് ആൻഡ് ഇൻഫ്ലുവൻസ് മേജർ ഡെസിഷൻസ്. ഒരു കോപ്പറേറ്റീവിലെ മെമ്പേഴ്സിന് മാനേജ്മെന്റിന് ഇലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് അവരുടെ മെമ്പേഴ്സിന്റെ തീരുമാനം അതിലൊരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. അവരുടെ എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ മെമ്പേഴ്സിന്റെ അവിടെ ഒരു അവരുടെ ഡെസിഷനും കൂടിയും അവിടെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2, members of a cooperative are obligated to contribute financially and participate actively in cooperative activities. അപ്പം കോപ്പറേറ്റീവിലെ മെമ്പേഴ്സിന് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഫൈനാൻഷ്യലി ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ആ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിലെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് മെമ്പേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, statement 3, the role of members in a cooperative is limited to attending the annual general body meeting and does not extend to other aspects of management. അതായത് മെമ്പേഴ്സിന്റെ റോള് കോപ്പറേറ്റീവ് സെക്ടറിൽ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് അതുവരെ എത്താൻ പറ്റുള്ളൂ, അതുവരെ അത്രയും അതിനോട് കൂടിയിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലാതെ മാനേജ്മെന്റ് ആസ്പെക്ട്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന്. അപ്പം ഒരു ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി വരെ ഒരു മെമ്പറിന് റോൾ ഉള്ളൂ, അതിനുശേഷം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് മാനേജ്മെന്റിന്റെ ആ ഒരു എക്സ്റ്റെൻഡിലേക്ക് അവർക്ക് റോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇത് തെറ്റാണ് അല്ലെ? മെമ്പേഴ്സിന് ആ ഒരു മൊത്തം കോപ്പറേറ്റീവിലെ എല്ലാത്തിലും അവിടെ മെമ്പറുടേതായ ഒരു റോൾ ഉണ്ട്. ഓക്കെ, മാനേജ്മെന്റിനെ ഈ പറഞ്ഞ പോലെ ഇലക്ട് ചെയ്യുന്നത് അല്ലെ, അപ്പം അവിടെ എല്ലാം തന്നെ മെമ്പർക്ക് കാര്യമായിട്ടുള്ള റോൾ ഉണ്ട്. അപ്പൊ അത് തെറ്റാണ്. അതുപോലെ മാനേജ്മെന്റിനെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്, മാനേജ്മെന്റിനെ ഇലക്ട് ചെയ്യാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. ഒരു മേജർ ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മെമ്പറിന്റെ തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ട്, അത് ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യണം, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതുമെല്ലാം കറക്റ്റ് ആണ്. സോ 1 and 2 are correct. ഓക്കെ, അടുത്ത question, which of the following is a benefit of federal cooperatives over unitary cooperatives? യൂണിറ്ററി കോപ്പറേറ്റീവ്സിന്റെ മേലെ ഫെഡറൽ കോപ്പറേറ്റീവ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്? ഓക്കെ, അപ്പം ഓപ്ഷൻസ് നോക്കാം. ഫെഡറൽ കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ് മോർ ഓട്ടോണമി ടു ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സ്, allowing them to address local needs more effectively. B, federal cooperatives have less administrative complexity compared to unitary cooperatives. Federal cooperatives are easier to manage due to centralized decision making. Federal cooperatives do not require member participation in decision making.
ഓക്കെ, അപ്പം എന്താണ് ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറെ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിന്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ഫെഡറേഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെഡറൽ കോപ്പറേറ്റീവിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിന് ഇവര് കൂടുതൽ ഓട്ടോണോമി കൊടുക്കുന്നു, അതായത് സ്വയം ഭരണം. അപ്പം ഈ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സ് ലോക്കൽ പീപ്പിളിന്റെ അടുത്ത് കൂടുതൽ അഡ്രസ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയർഡ് അല്ലെങ്കിൽ ഫെഡറൽ കോപ്പറേറ്റീവ്സിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഷെയർഡ് റിസോഴ്സസും അതുപോലെ തന്നെ ഒരു ഫെഡറേഷന്റെ ഒബ്ജക്റ്റീവ്സും എല്ലാം തന്നെ ഇവർക്കും എന്താ പറയാ യൂസ് ചെയ്ത് അത് സോറി ലോക്കൽ പീപ്പിളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ആളുകളുടെ നീഡ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിന് ഒരു ഓട്ടോണോമി കൊടുക്കുന്നു. ആര്? ഈ ഫെഡറൽ കോപ്പറേറ്റീവ്സ്. ഓക്കെ, ഫെഡറൽ കോപ്പറേറ്റീവ്സ് അപ്പോൾ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിന് എന്ത് കൊടുക്കുന്നു? ഓട്ടോണോമി. ഓക്കെ, ദേ പ്രൊവൈഡ് ഓട്ടോണോമി ടു ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ലോക്കൽ നീഡ്സ്, ഈ ലോക്കൽ പീപ്പിളുടെ നീഡ്സ് കൂടുതൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് എഫക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആർക്ക് പറ്റും? ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിന് പറ്റും. ഓക്കെ, അതാണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are true about the challenges in managing multipurpose cooperatives? ഒരു മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ എന്താ, പല ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് അതിൽ ഉണ്ടായിരിക്കും അല്ലെ, ഒരു പ്രത്യേക പർപ്പസ് മാത്രമല്ല. ഓക്കെ, കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് എനിക്കൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജനറൽ പർപ്പസ് സൊസൈറ്റീസും സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതൊക്കെയാണെന്നൊക്കെ. ഓക്കെ, അവിടെ ജനറൽ പർപ്പസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റീസ് അതൊക്കെയാണ്, കൺസ്യൂമർ സൊസൈറ്റീസ് ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്നാൽ സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രോഡക്റ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സർവീസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന സൊസൈറ്റീസ് ആണ് സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റീസ്. നമ്മൾ അവിടെ റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് റബ്ബറിൻ്റെത് നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ സൊസൈറ്റി ആണെന്നാണ്. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റി ആണെന്നാണ്. കാരണം അവിടെ റബ്ബറിന് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്, അവിടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ് കേട്ടോ. ഞാനപ്പോ അടുത്ത വീഡിയോയിൽ അത് പറയാം എന്നാണ് വിചാരിച്ചത്, പിന്നെ എനിക്കത് പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, അപ്പൊ അതാണ് ഞാനിപ്പം ഇവിടെ പറഞ്ഞത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവിന്റെ question വന്നപ്പോ. ഓക്കെ, which of the following statements are true about challenges in managing multipurpose cooperatives ആണ് question. ഓക്കെ, അപ്പൊ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സിനെ മാനേജ് ചെയ്യുന്നതിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, multipurpose cooperatives require more diverse expertise to manage the different services they provide. Okay, അപ്പോൾ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അവർ ഒരുപാട് ഒരു കാര്യത്തിലല്ല ഫോക്കസ് കൊടുക്കുന്നത്, അവിടെ പല പർപ്പസ് ഉണ്ട് അല്ലെ, മൾട്ടിപ്പിൾ പർപ്പസസ് ഉണ്ട്. അപ്പൊ അവിടെ ഡിഫറെന്റ് സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓരോ സർവീസിനും അതിൻ്റെതായ ഒരു എക്സ്പേർട്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ അവർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് അല്ലെങ്കിൽ മോർ ഡൈവേഴ്സ് എക്സ്പെർട്ടൈസ് ആവശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോൺഫ്ലിക്ട്സ് may arise if some members prioritize certain services over others. ഇപ്പോൾ കുറെ സർവീസസ് ഉണ്ടാവുമ്പോൾ ചില മെമ്പേഴ്സ് ചില കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു, ബാക്കി കാര്യങ്ങൾക്ക് അവിടെ ഒരു ഇതും ഇല്ലാതെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ആ ഒരു ഇതിന്റെ ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് ആർ ഈസിയർ ടു മാനേജ് ബിക്കോസ് ദേ കാറ്റർ ടു ഓൾ മെമ്പേഴ്സ് നീഡ്സ് സൈമിൾട്ടേനിയസ്ലി. അപ്പം മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം മെമ്പേഴ്സിന്റെ എല്ലാ നീഡ്സും അവര് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തു കൊണ്ടുപോകുന്നത് കൊണ്ട്. ഓക്കെ, അത് ഈസിയർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, തെറ്റാണ് അല്ലെ, അത്ര എളുപ്പമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് ഏരിയാസ് ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആവശ്യം തന്നെയാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഏരിയാസ് വരുമ്പോൾ ചില സമയത്ത് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലുമാണ്. സോ അത് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പം മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, കാരണം നമുക്ക് ഏതാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. മൾട്ടിപർപ്പസ് ആവുമ്പോൾ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അത് അത്ര എളുപ്പമായിട്ട് ചെയ്ത് കഴിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ്സ് മാനേജ് ചെയ്ത് പോകുന്നതിനേക്കാളും കഷ്ടം തന്നെയാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് മാനേജ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 are true. Statement 3 is false. Okay, അടുത്ത question, which of the following statements are true regarding unitary versus federal cooperatives? യൂണിറ്ററി ഫെഡറൽ കോപ്പറേറ്റീവ്സിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ,
ഒന്നാമത്തെ statement, a unitary cooperative is a single cooperative entity that directly serves its members. ഒരു യൂണിറ്ററി കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ കോപ്പറേറ്റീവ് എൻറ്റിറ്റി ആണ്. അതിന്റെ മെമ്പേഴ്സിനെ അത് ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്ത് പോകുന്നു. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ഫെഡറൽ കോപ്പറേറ്റീവ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പറേറ്റീവ്സ് യുണൈറ്റഡ് അണ്ടർ വൺ ഫെഡറേഷൻ to achieve shared goals. Okay, അപ്പോൾ കുറച്ച് ഒരു ഷെയർഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെഡറേഷന്റെ ഉള്ളിൽ കുറെ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പറേറ്റീവ്സ് എന്താ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, യൂണിറ്ററി കോപ്പറേറ്റീവ്സ് ആർ ഓൾവേസ് മോർ എഫിഷ്യന്റ് ദാൻ ഫെഡറൽ കോപ്പറേറ്റീവ്സ് ഡ്യൂ ടു സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഓക്കെ, അപ്പം ഫെഡറൽ കോപ്പറേറ്റീവ്സിനെക്കാളും യൂണിറ്ററി കോപ്പറേറ്റീവ്സ് കൂടുതൽ എഫിഷ്യന്റ് ആണ് ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉള്ളത് കൊണ്ട്. അത് ശരിയാണോ? അല്ല. യൂണിറ്ററി കോപ്പറേറ്റീവ്സിനാണോ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉള്ളത്? അല്ല. ഓക്കെ, അപ്പോ എന്താ പറയാ, യൂണിറ്ററി കോപ്പറേറ്റീവ്സ് ഫെഡറൽ കോപ്പറേറ്റീവ്സിനെക്കാളും എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് സിംഗിൾ കോപ്പറേറ്റീവ് എൻറ്റിറ്റി ആണ്. അത് അതിന്റെ മെമ്പേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് മൾട്ടിപ്പിൾ കോപ്പറേറ്റീവ്സ് യുണൈറ്റഡ് ടുഗദർ ടു ഫോം എ ഫെഡറേഷൻ ടു അച്ചീവ് ഷെയർഡ് ഗോൾസ്. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് ആണ്. സോ 1 and 2 are correct, 3 is false. Okay, അടുത്ത question, which of the following is true about designer cooperatives compared to greenhouse cooperatives? Okay, designer cooperatives and greenhouse cooperatives കൂടി compare ചെയ്യുമ്പോൾ true ആയിട്ടുള്ള statements ഏതാണ്? Okay, statement ഏതാണ്? Option A, designer cooperatives are tailored to meet specific member needs, while greenhouse cooperatives are created to allow natural organic growth among members. B, designer cooperatives focus on large scale operations, while greenhouse cooperatives are suited for small localized operations. C, designer cooperatives are more flexible, while greenhouse cooperatives are rigid in their organizational structure. D, greenhouse cooperatives tend to dissolve quickly, while designer cooperatives are more stable. Okay, അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പം ഡിസൈനർ കോപ്പറേറ്റീവ്സ് അതിനൊരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനോട് കൂടിയിട്ട് എന്താ ഒരു കുറച്ച് മെമ്പേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ നീഡ്സ് അവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡിസൈനർ കോപ്പറേറ്റീവ്സ്. പക്ഷെ ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ് വരുന്നത്. അപ്പം ഡിസൈനർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ചില സ്പെസിഫിക് മെമ്പേഴ്സിന്റെ നീഡ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പം എന്താണ് ആൻസർ വരുന്നത്? ഡിസൈനർ കോപ്പറേറ്റീവ്സ് ആർ tailored to meet specific members needs, while greenhouse cooperatives are created to allow natural organic growth among members. ഓക്കെ, അപ്പം ഡിസൈനർ കോപ്പറേറ്റീവ്സിന് എപ്പോഴും ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഉണ്ടായിരിക്കും. നാളെ എനിക്ക് നാളെ നമ്മൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോകണം, ഈ ഒരു ഏരിയയിലുള്ള ഈ ആൾക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ ഇന്ന ആൾക്കാരെയാണ്, ഈ മെമ്പറിനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവരുടെ നീഡ്സ് ആണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനോട് കൂടിയിട്ട് പോകുന്നത് ഡിസൈനർ കോപ്പറേറ്റീവ്സ് ആണ്. ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർഗാനിക് ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഗ്രോത്ത് ആണ്. അവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനും ഇല്ല. അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, ആ ഗ്രൂപ്പിന്റെ ഇടയിൽ തന്നെ വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോണ്ടാണുള്ളത്. Okay, what is the main difference between multi-purpose and multifunctional cooperatives? അപ്പൊ മൾട്ടിപർപ്പസ് മൾട്ടിഫങ്ഷണൽ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണ്? കേട്ടാൽ രണ്ടും ഒന്ന് തന്നെ അല്ലെ. മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഉപയോഗം, മൾട്ടിഫങ്ഷണൽ എന്ന് പറഞ്ഞാലും പല ഫങ്ഷൻസ്. അപ്പം എന്താണ് അതിന്റെ ഡിഫറൻസ്? മൾട്ടിപർപ്പസ് ഓപ്ഷൻസ് ആണ്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് ടു മീറ്റ് വേരിയസ് നീഡ്സ്. പലതരം ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് ആണ്. വൈൽ മൾട്ടിഫങ്ഷണൽ കോപ്പറേറ്റീവ്സ് പെർഫോം വേരിയസ് ഫങ്ഷൻ വിത്തിൻ എ സിംഗിൾ സർവീസ്. ഒരു സിംഗിൾ സർവീസിന്റെ ഉള്ളില് പല ഫങ്ഷൻസ് നടക്കുന്നത് മൾട്ടിഫങ്ഷണൽ കോപ്പറേറ്റീവ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ആൻസർ? ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ മുഴുവൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഇതാണ് ആൻസർ. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ കുറെ ആവശ്യങ്ങൾ കുറെ ഉണ്ട് അല്ലെ, കുറെ ആവശ്യങ്ങളുണ്ട്. ആ പല ആവശ്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി പലതരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു.
ഓക്കെ, അതാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്. എന്നാൽ മൾട്ടി ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സർവീസ് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ പല ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു സർവീസേ ഉള്ളൂ എങ്കിലും അവിടെ ഫങ്ഷൻസ് കൂടുതലാണ്. ഓക്കെ, സോ അതാണ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ്സ്. ഓക്കെ, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ് ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മൾട്ടി ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മൾട്ടിപ്പിൾ റോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു സൊസൈറ്റി, ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നമുക്ക് എന്താ സേവിങ്സ്, ലോൺസ്, അതെല്ലാം ഫങ്ഷൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ റിഗാർഡിംഗ് സിംഗിൾ പർപ്പസ് വേഴ്സസ് മൾട്ടിപർപ്പസ്? സിംഗിൾ പർപ്പസും മൾട്ടിപർപ്പസും, അത് നമുക്കറിയാം. സിംഗിൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു പർപ്പസ് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ പല പർപ്പസ് അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. സിംഗിൾ പർപ്പസ് cooperatives focusing on providing one specific service such as agriculture or housing. Statement 2, multipurpose cooperatives aims to meet multiple needs, often providing a variety of services such as credit, marketing and production. Statement 3, single purpose cooperatives are more complex to manage compared to multipurpose cooperatives. Okay, ഇപ്പോൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ്സ് ആണോ, കോംപ്ലക്സ് അല്ല, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് ആണ് അല്ലെ. ഇപ്പൊ മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ അവിടെ പലതരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല നീഡ്സും അവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ക്രെഡിറ്റ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ പോലുള്ള പലതരം കാര്യങ്ങൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, സിംഗിൾ എന്ന് പറയുമ്പോൾ സിംഗിൾ ഒരു സ്പെസിഫിക് സർവീസ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 and 2 are true. Statement 3 is false. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a common issue in organizing cooperatives in larger areas compared to smaller areas? അപ്പോൾ നമ്മൾ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസ് ചെയ്യുമ്പോൾ വലിയ ലാർജർ ഏരിയാസിലേക്ക് അതിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാവുന്നത് കമ്പയർഡ് ടു സ്മോളർ ഏരിയാസ്? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1, managing communication and coordination becomes more complex in larger areas. larger areasil communication അതുപോലെ തന്നെ കോർഡിനേഷൻ നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, കോംപ്ലക്സ് ആണത്. Statement 2, smaller area cooperatives often face difficulties in accessing broader market. Okay, അപ്പം ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉള്ള മാർക്കറ്റ് അല്ലെങ്കിൽ അതാണെങ്കിൽ അവിടെ ഈ സ്മോളർ ഏരിയ കോപ്പറേറ്റീവ്സിന് അവര് ആ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. Statement 3, large area cooperatives are easier to govern due to their extensive member base. ഇപ്പോൾ ലാർജർ ഏരിയ കോപ്പറേറ്റീവ്സിലാണെങ്കിൽ അവർക്ക് ഗവേൺ ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവർക്ക് മെമ്പേഴ്സ് കൂടുതലാണ്, മെമ്പർ ബേസ് കൂടുതലായതുകൊണ്ട് തന്നെ ലാർജർ ഏരിയ കോപ്പറേറ്റീവ്സ് ഗവേൺ ചെയ്യാൻ ഈസി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇപ്പോൾ വലിയ ഏരിയ ഉള്ള കോപ്പറേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് ഹാർഡർ ടു ഗവേൺ. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും വലിയ ഏരിയയിലാവുമ്പോൾ, അത് ട്രൂ ആണ്. അതുപോലെ സ്മോളർ ഏരിയ കോപ്പറേറ്റീവ്സിന് എന്താ പറയാ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെട്ട് ഒന്ന് അതാവാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 3 is false. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following best describes a designer cooperative? ഓപ്ഷൻസ്, ഡിസൈനർ കോപ്പറേറ്റീവ്സിനെ നന്നായി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ്, എസ് cooperative that evolved naturally with little planning or structure. അപ്പൊ പ്ലാനിങ്ങോ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ സ്ട്രക്ചറോ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഇവോൾവ് ചെയ്യുന്നതാണ് ഡിസൈനർ കോപ്പറേറ്റീവ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ലിറ്റിൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ഇല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ബി, a cooperative that is specifically planned and tailored to meet the unique needs of the members. Okay, അപ്പം മുൻപ് തന്നെ പ്രീ പ്ലാൻ ചെയ്ത് അവരുടെ മെമ്പേഴ്സിന്റെ യുണീക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. സി, a cooperative that functions without any formal management, പ്രത്യേകിച്ച് ഒരു ഫോർമൽ മാനേജ്മെന്റ് ഇല്ലാതെ ഫംഗ്ഷൻ ചെയ്യുന്നു. ഡി, a cooperative that focuses solely on environment sustainability. Okay, അപ്പോൾ ഒരു സുസ്ഥിരത, അതായത് നമ്മളുടെ പരിസരം എൻവയൺമെന്റിന് നമുക്ക് എൻവയൺമെന്റ് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാം എന്നുള്ളതാണ്
ഈ ഒരു കോപ്പറേറ്റീവ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിസൈൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ മെമ്പേഴ്സിന്റെ സ്പെസിഫിക് നീഡ്സ് എല്ലാം യുണീക് നീഡ്സ് എല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താ ഡിസൈനർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്കൊരു സ്പെസിഫിക് സിസ്റ്റംസ് ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും, അവരുടെ മെമ്പേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് എന്താ പറയുക മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കീ ഫീച്ചർ ഓഫ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്? ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണ്? ഓപ്ഷൻസ്, ഇറ്റ് ഈസ് designed with a predetermined structure and specific goals from the outset. B, it allows for organic growth and evolves naturally according to the needs and participation of its members. It focuses only on financial growth of cooperative. It has rigid rules and is controlled by a central authority. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓർഗാനിക് ഗ്രോത്ത് ആണ്, നാച്ചുറൽ ആയിട്ട് ഗ്രോ ചെയ്യുന്നു, അവരുടെ നീഡ്സും മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും എല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് നടന്നു പോകുന്ന ഒരു കോപ്പറേറ്റീവ് ആണ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്. ഓക്കെ, ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് ആർ ഡിസൈൻ ടു ലെറ്റ് ദ കോപ്പറേറ്റീവ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ആൻഡ് ഇൻപുട്ട് ഓഫ് മെമ്പേഴ്സ്, അലോയിങ് ഫ്ലെക്സിബിലിറ്റി. അവിടെ ഫ്ലെക്സിബിലിറ്റി നല്ലതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവില്. ഓക്കെ, നമ്മളപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ, അതായത് മോഡ്യൂൾ 6ന്റെ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ പഠിക്കുന്ന മറ്റു ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. അപ്പം see you on the next video. Bye.